മൈൻഡ് വിഷന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം? എത്രമാത്രം സ്ട്രെസ്സും ടെൻഷനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെയും നമുക്ക് നിമിഷം കൊണ്ട് ശാന്തവും സ്വസ്ഥവുമാക്കി മാറ്റാൻ പറ്റും. മനസ്സ് ശാന്തവും സ്വസ്ഥവുമാക്കുമ്പോഴുള്ള ഗുണം എന്താണ്? ശാന്തമായ മനസ്സ്, സ്വസ്ഥമായ മനസ്സാണ് പവർഫുൾ മൈൻഡ്, ഏറ്റവും പവറായിട്ടുള്ള മൈൻഡ്. ആ മനസ്സുകൊണ്ട് കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, നല്ല ഓർമ്മശക്തി ഉണ്ടാവും, നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും, ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും, ശക്തിയുള്ള മനസ്സുള്ള ആൾക്ക് നല്ല ബോഡി ഹെൽത്ത് ഉണ്ടാവും. അപ്പം ഈ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളത് പൂർണ്ണമായ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് അതിന് പറ്റിയൊരു 2 എക്സർസൈസുകൾ. സാധാരണ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് നമ്മൾ ബ്രീത്തിങ് എക്സർസൈസുകളാണ് ഉപയോഗിക്കുന്നത്, ശ്വസന വ്യായാമങ്ങൾ. ഒരുപാട് ശ്വസന വ്യായാമങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന എക്സർസൈസുകൾ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ബ്രീത്തിങ് എക്സർസൈസിനോടൊപ്പം ശ്വസന വ്യായാമങ്ങളോടൊപ്പം സൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സൗണ്ട് ന്യൂറോബിക്സ് എന്നാണ്. അങ്ങനെയുള്ള 2 എക്സർസൈസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ശ്വാസം എടുത്തിട്ട് മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ റിലീസ് ചെയ്യുന്നു, എലോങ് വിത്ത് എ സൗണ്ട്. ഒരു സൗണ്ടും കൂടെ അതിനോടൊപ്പം ഉണ്ടാവും. ഓ സൗണ്ടാണ് അതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നട്ടെല്ല് നിവർന്ന് ഇരിക്കുക. അപ്പോൾ കൈകളുടെ മുദ്ര പ്രധാനമാണ്, കൈമുദ്ര. അപ്പോൾ നമ്മൾ പ്രാണമുദ്ര എന്ന് പറയുന്ന മുദ്രയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ ആദ്യത്തെ എക്സർസൈസ് ചെയ്യുമ്പോൾ പ്രാണമുദ്ര എങ്ങനെ പിടിക്കുന്നത് നോക്കി. തള്ളവിരലിൻ്റെ അഗ്രം കുഞ്ഞു വിരലിനോടും മോതിര വിരലിനോടും ചേർത്ത് വയ്ക്കുന്നു, മറ്റ് 2 വിരലുകൾ നിവർന്നിരിക്കുന്നു. ഇതാണ് പ്രാണമുദ്ര. കൈ ഇങ്ങനെ പിടിക്കുന്നതാണ് പ്രാണമുദ്ര. ഇത് മലർത്തി മടിയിൽ വയ്ക്കുന്നു. നട്ടെല്ല് നിവർന്നിരിക്കണം. ഇതെല്ലാം മസ്റ്റാണ് അതിൻ്റെ പൂർണ്ണമായ ഗുണം കിട്ടാനായിട്ട്. മുഖം താഴ്ത്താന്നിരിക്കാതെ മുഖം നിവർന്നിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കും. എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കും. എപ്പോഴും മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. പക്ഷെ ഇവിടെ റിലീസ് ചെയ്യുന്നത്, ശ്വാസം പുറത്തേക്ക് വിടുന്നത് വായിലൂടെയാണ്. പക്ഷെ അന്നേരം അതിനോടൊപ്പം ഒരു ശബ്ദം ഉണ്ടാവും, ഓ എന്ന് പറയുന്ന ശബ്ദം. അപ്പൊ ഈ ഓ ശബ്ദം കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഇവിടെ ഒരു ഓ പോലൊരു ഹോള്, ഓ ഷേപ്പിലൊരു ഹോള് നമ്മൾ 2 ചുണ്ടുകൾ കൊണ്ട് ഫോം ചെയ്യും, ഓ. അപ്പൊ കറക്റ്റായിട്ട് ഓ സൗണ്ട് വരും. അപ്പൊ എത്ര സമയം കൊണ്ട് ഇതിനെ പുറത്തു വിടാമോ അത്രയും സാവകാശം, അത്രയും സമയമെടുത്ത് ശ്വാസം റിലീസ് ചെയ്യുക. മാക്സിമം ദീർഘശ്വാസം ഒക്കുന്നത്ര എടുക്കുക, സാവകാശം ഓ ശബ്ദത്തോടുകൂടി ശ്വാസം റിലീസ് ചെയ്യുക. അപ്പോൾ കൈകൾ പ്രാണമുദ്ര തന്നെ പിടിച്ച് മടിയിൽ വെച്ച് മലർത്തി വെച്ചിട്ടിരിക്കും. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ചെയ്യാം. നോക്കി, കണ്ണുകൾ അടയ്ക്കുന്നു, ദീർഘശ്വാസം എടുക്കുന്നു. ഓ ശ്വാസം മുഴുവൻ റിലീസ് ചെയ്തു. ഒന്ന് സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ശ്വാസം എടുക്കാൻ തോന്നുമ്പോൾ 2ാമത്തെ എടുക്കുക. മൂക്കിലൂടെ തന്നെ വീണ്ടും എടുക്കുക. ഓ അപ്പൊ നമ്മുടെ ശ്രദ്ധ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം എങ്ങനെ അകത്തേക്ക് കയറുന്നുവെന്നും ശ്വാസം ഇങ്ങനെ ഓ ശബ്ദത്തിൽ വിടുമ്പോൾ എത്രമാത്രം ശ്രദ്ധ ഈ സൗണ്ടിനോടൊപ്പം മനസ്സും സഞ്ചരിക്കണം. ശ്വാസം തീരുന്നത് വരെ ആ സൗണ്ടിലായിരിക്കണം നമ്മളുടെ ശ്രദ്ധ ഉണ്ടാവേണ്ടത്. അപ്പം മറ്റ് ചിന്തകൾ, അതായത് നെഗറ്റീവ് ചിന്തകളും അമിത ചിന്തകളും നമ്മളെ വിട്ടുപോകുന്നു. ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്, മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ സ്ഥിരമായിട്ട് വരുന്നു, അതുപോലെ അമിത ചിന്തകൾ വരുന്നു. അതൊക്കെ നമ്മുടെ എനർജിയെ കളയും, നമുക്ക് ക്ഷീണം ഉണ്ടാക്കും, നമ്മുടെ പെർഫോമൻസിനെ കുറയ്ക്കും, നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും. മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നെഗറ്റീവ് ചിന്തകളും അമിത ചിന്തകളും. അപ്പൊ ഈ ശ്വാസം ഇങ്ങനെ എടുക്കുന്നതിന്റെ ഫലമായിട്ട്, ഇതിൽ ശ്രദ്ധിക്കുന്നതിന്റെ ഫലമായിട്ട്, ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ മനസ്സ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഈ അമിത ചിന്തകളും നെഗറ്റീവ് ചിന്തകളും എല്ലാം മാറി വളരെ ശാന്തമായ സ്വസ്ഥമായ അവസ്ഥയിലേക്ക് വരുന്നു. ഇതാണ് 1ാമത്തെ എക്സർസൈസ്. ഇനി 2ാമത്തെ എക്സർസൈസ്. അപ്പൊ മുദ്ര മാറും. അപ്പൊ നമ്മൾ പ്രാണമുദ്രയാണ് പിടിച്ചത്, അത് മാറിയിട്ട് ഇനി അടുത്തതിന് ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ തള്ളവിരലും ചൂണ്ടുവിരലിന്റെ അഗ്രഭാഗം ചേർന്നിരിക്കുന്നു, മറ്റു 3 വിരലുകൾ നിവർന്നിരിക്കുന്നു. ഇതാണ് അതിന്റെ പൊസിഷൻ. ഇത് മടിയിൽ മലർത്തി വയ്ക്കുന്നു. അപ്പോൾ വീണ്ടും നട്ടെല്ല് നിവർന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നു, മുഖം നിവർന്നിരിക്കുന്നു, താടി ഉയർന്നിരിക്കുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു. ഏകാഗ്രതയോടെ ഇരുന്ന് ദീർഘമായ ശ്വാസം മൂക്കിലൂടെ. അപ്പൊ 2 എക്സർസൈസിലും മൂക്കിലൂടെ തന്നെയാണ് ശ്വാസം എടുക്കുന്നത്. പക്ഷെ ആദ്യം വായിലൂടെ വിട്ട് റിലീസ് ചെയ്യുന്നു, ഇപ്പോൾ മൂക്കിലൂടെ തന്നെ റിലീസ് ചെയ്യുന്നു. പക്ഷെ ഒരു മൂളുന്ന സൗണ്ടാണ്. അപ്പൊ ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ നാക്കിന്റെ അഗ്രഭാഗം മേലെണ്ണാക്കിൽ ടച്ച് ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രയോജനകരമാണ്. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം. നാക്ക് മുകളിൽ മുട്ടിച്ചു ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നാക്ക് മുകളിൽ മുട്ടിയിരുന്ന നല്ലത്. അപ്പൊ നാക്കിന്റെ അഗ്രഭാഗം നോക്കി
എന്നിട്ട് വായ അടയ്ക്കുന്നു. ഞാനിപ്പോൾ നാക്കിന്റെ അഗ്രഭാഗം മുകളിൽ മുട്ടിച്ചു, വായ അടയ്ക്കുന്നു, ദീർഘമായ ശ്വാസം എടുത്തു. ഇനി വായിലൂടെ മൂക്കിലൂടെ തന്നെ മൂളിക്കൊണ്ട് അത് റിലീസ് ചെയ്യാണ്. ഒരു ദീർഘശ്വാസം എടുത്തത് മുഴുവൻ മൂക്കിലൂടെ മൂളുന്ന ശബ്ദത്തോട് ഹമ്മിങ് സൗണ്ട്, ഒരു ഹമ്മിങ് സൗണ്ടിനോടൊപ്പം റിലീസ് ചെയ്തു. ഇനി ഒന്ന് സ്വസ്ഥമായിട്ട് അല്പനേരം റിലാക്സ് ചെയ്ത ശേഷം ഞാൻ അടുത്ത ശ്വാസം എടുക്കാൻ പോവുകയാണ്. മുഴുവൻ ശ്വാസവും പുറത്തേക്ക് പോയി. അങ്ങനെ ഇത് ആവർത്തിക്കുന്നു 5 മിനിറ്റോളം. എത്ര സമയം അധികം ചെയ്യുന്നു അത്രയും നല്ലത്. മാക്സിമം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എക്സർസൈസ് 5 മിനിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ എക്സർസൈസ് 5 മിനിറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും മൈൻഡിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളും ടെൻഷനും സ്ട്രെസ്സും എല്ലാം മാറി ഒരു ശാന്തവും സ്വസ്ഥവുമായ മനസ്സ്, ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയും. മനസ്സിന്റെ 4 ലെവലാണ് പ്രധാനമായിട്ടും ഉള്ളത്. നോർമലി നമ്മൾ ബീറ്റ ലെവലിലാണ്, നമ്മൾ പല ചിന്തകൾ, പല വിചാരങ്ങൾ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായ ഒരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലോട്ട് വരാൻ തുടങ്ങും, ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തീറ്റ ഡെൽറ്റ എന്ന് പറയുന്ന ഉറക്കത്തിന്റെ അവസ്ഥയാണ്. അപ്പോൾ ഉണർന്നിരിക്കുന്ന ശാന്തമായ അവസ്ഥയാണ് ആൽഫ ലെവൽ. ആൽഫ ലെവലിലേക്ക് മനസ്സ് വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2 കൈ ഇങ്ങനെ ഉരಸಿ ചൂടാക്കിയിട്ട് ആ ചൂട് കണ്ണിലേക്ക് കൊടുത്ത് ഇതേ രീതിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ആ മനസ്സ് ശാന്തവും സ്വസ്ഥവുമായി. ഇത് രാവിലെയും വൈകിട്ടും ചെയ്യുന്നതാണ് നല്ലത്. മറ്റ് യോഗ എക്സർസൈസുകളുടെ കൂടെ ചെയ്യാം, ഇത് മാത്രം ചെയ്യാം. അല്ലാതെ കടുത്ത ടെൻഷൻ വരുന്ന സമയത്ത് ഇത് ചെയ്ത് മനസ്സിനെ ഉടനെ തന്നെ കൂളാക്കാൻ പറ്റും. അതോടെ മനസ്സ് ശാന്തമാവും. വയറ് നിറഞ്ഞിരിക്കാത്ത ഏത് സമയത്തും നമുക്കിത് ചെയ്യാൻ പറ്റും. വയറ് നിറഞ്ഞിരിക്കുമ്പോൾ, ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ മാത്രം ചെയ്യേണ്ട. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട്, എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.